നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സന്തോഷം എങ്ങനെ കണ്ടെത്താം എന്നതാണ്. സന്തോഷം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ? നമുക്കെല്ലാവർക്കും ബേസിക്കലി വേണ്ടുന്നത് സന്തോഷവും സമാധാനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കത് കണ്ടെത്താൻ പലപ്പോഴും കഴിയാറില്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ പലപ്പോഴും ചിലപ്പോൾ അതൊരു ദുഃഖത്തിലോട്ടായിരിക്കാൻ പോകുന്നത്. അതിന് കാരണങ്ങളുണ്ട്. ഈ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമൊന്നും അല്ല കേട്ടോ. ശരിക്കും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടുന്നതാണ്. അത് പലർക്കും അറിയില്ല. പലരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ സന്തോഷം നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ പ്രസൻസിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്നത്. അപ്പോൾ വിചാരിക്കും പുള്ളി എപ്പോഴും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും എന്നാണ് നമ്മൾ പൊതുവെയുള്ള ആൾക്കാരുടെ ഒരു വിചാരം. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല സന്തോഷം. സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, മെൻ്റലി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെ ആദ്യത്തേതെന്ന് വെച്ചാൽ അക്സെപ്റ്റൻസ്. നമുക്ക് ചുറ്റിനുമുള്ള നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, എല്ലാവർക്കും നോബഡി ഈസ് പെർഫെക്റ്റ്. നമ്മളും പെർഫെക്റ്റ് അല്ല, നമ്മളാരും ദൈവങ്ങളല്ലല്ലോ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് അല്ല. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചുറ്റിനുമുള്ളവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അവരെന്താണോ അതുപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പാരൻസ് ചിലപ്പോൾ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. സാധാരണ പ്രൊട്ടക്റ്റീവ് അല്ല, ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. പല കുട്ടികൾക്കും അത് ഭയങ്കരമായിട്ടൊരു സഫോക്കേഷൻ ഉണ്ടാക്കാറുണ്ട്. അത് അവരെ ഫ്യൂച്ചറിൽ കുറച്ച് അവർക്ക് മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് അതുവഴി ഉണ്ടാവാറുമുണ്ട്. കാര്യം അവരുടെ കോൺഫിഡൻസിനെ ആയിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത്. ഓവർ പ്രൊട്ടക്റ്റീവ് പാരൻസ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പാരൻസിനോടൊരു ദേഷ്യമായിരിക്കും. പാരൻസ് പല കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക, ദേഷ്യപ്പെടുക, തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യം എടുത്താൽ തന്നെയും ഇപ്പോൾ ചില ഭാര്യമാർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാർ ഭയങ്കരമായിട്ട് സംസാരിക്കും. എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒരു വ്യക്തി, അതായത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ നമ്മളങ്ങ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ വലിയൊരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ്സ് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ശരാശരി ഏതൊരു വ്യക്തിനെ എടുത്തു നോക്കിയാലും അവരുടെ ഏറ്റവും സമാധാനക്കേട് ഉണ്ടാക്കുന്നത് റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. മറ്റു പുറമേ ഉള്ള പ്രശ്നങ്ങളെ അപേക്ഷിച്ച് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പാരൻസുമായിട്ടുള്ള ഇഷ്യൂ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇഷ്യൂ, അഫെയർസിൽ വരുന്ന ഇഷ്യൂ, ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരു പരിധിവരെയെങ്കിലും നമുക്ക് ഒരു മോചനം കിട്ടണമെങ്കിൽ അവരെന്താണോ നമുക്ക് വേണ്ടപ്പെട്ട ആൾ, അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് റെസിസ്റ്റൻസ് കുറയും. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു സ്ട്രെസ്സ് നമുക്ക് കുറഞ്ഞു കിട്ടും. അവരുടെ പോരായ്മകൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു 50 അല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ പുറത്തായിരിക്കും ആ വ്യക്തി നമ്മളടുത്ത് ഓരോന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പ്രായമുള്ളൊരു വ്യക്തിനെ നമുക്ക് മാറ്റുക എന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ടും നമ്മളിൽ മാറ്റം കൊണ്ടുവരിക. അതായത് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ അഡ്ജസ്റ്റ്മെൻറ്റിനും ഒരു പരിധിയുണ്ട്. നമുക്കൊരു ലിമിറ്റ് കഴിഞ്ഞ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അക്സെപ്റ്റ് ദ ചേഞ്ച് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ തീരെ പൊടിയിലായിരുന്നതുപോലെയാണോ നമ്മളിപ്പോൾ ഉള്ളത്? അല്ലല്ലോ. നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ശരീരത്തിൽ ചേഞ്ച് വരികയാണ്, ചിന്തകളിൽ ചേഞ്ച് വരികയാണ്, നമ്മുടെ എൻവയോൺമെൻറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്, വീടുകൾ മാറുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ആ ഒരു മാറ്റം, ഈ പറയുന്ന മാറ്റം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നാണ്. എല്ലാ മനുഷ്യരിലും ഈ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ക്യാരക്ടറിന് അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും. കല്യാണത്തിന് മുന്നേ വരെ ആ കുട്ടി സ്വന്തം വീടിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷെ കല്യാണം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കൊരു വിഷമം, കല്യാണം കഴിച്ചിട്ട് മോളുടെ സ്വഭാവം മാറിപ്പോയി എന്നൊക്കെയുള്ളൊരു കംപ്ലയിൻറ്റ് ഒരുപാട് കേൾക്കുന്നതാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് നമ്മൾ വേറൊരു വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക്
വലിയൊരു ഉത്തരവാദിത്വത്തിലോട്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ക്യാരക്ടറിൽ ചേഞ്ച് വരും. പിന്നെ ഒരു കുഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞാൽ സ്ത്രീ ആണെങ്കിലും ശരി പുരുഷനാണെങ്കിലും ശരി, ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ ജോലിയിലായിക്കോട്ടെ ഒക്കെ നമ്മളുടെ സംസാരത്തിലും നമ്മൾ ചിലവഴിക്കുന്ന സമയങ്ങളിലും എല്ലാം മാറ്റം കാണാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ചുറ്റിനും ഉള്ള ആൾക്കാരിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത് നമ്മൾ ഉൾക്കൊള്ളുക, മനസ്സാലെ ആ ഒരു ചേഞ്ച് നമ്മൾ ഉൾക്കൊള്ളുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. നമ്മളെ പലരും ചതിച്ചിട്ടുണ്ടാവും, നമ്മളെ പലരെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ, ബ്രേക്കപ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിന് ഭയങ്കര ഭാരമാണ് ഇതെല്ലാം കിടന്ന്. അതായത് നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ റിലേറ്റ് ചെയ്ത് ചിന്തിക്കും. പണ്ടത്തെ കാര്യങ്ങൾ വെച്ച് നമ്മളിങ്ങനെ റിലേറ്റ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സമാധാനം പോകുന്ന കാര്യമാണ്, അതുപോലെ തന്നെ നമുക്ക് സ്വസ്ഥത കിട്ടത്തുമില്ല. പോരാത്തതിന് ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ അസുഖങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ക്ഷമിക്കാൻ പറ്റുവാണെങ്കിൽ ക്ഷമിക്കുക. ഈ ക്ഷമിക്കുക എന്ന് പറയുന്ന വാക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും. കാര്യം എന്താ, എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയ ആളോട് ഞാൻ ക്ഷമിക്കാനോ? സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന അങ്ങനെ. പക്ഷെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ആസ്പെക്റ്റിലല്ല. ക്ഷമിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം മറക്കുക എന്നല്ല. ആ വ്യക്തി നമ്മളോട് ചെയ്തത് നമ്മൾ ബ്ലൈൻഡായിട്ട് അങ്ങ് മറക്കുക അതിനർത്ഥമില്ല. ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നമ്മളിങ്ങനെ വെച്ചിരുന്ന് ഒരു പാരസൈറ്റിനെ പോലെ വെച്ചിരുന്ന് നമ്മുടെ മാനസിക ആരോഗ്യം നശിപ്പിക്കുന്നതിന് പകരം നമ്മുടെ തലയിൽ നിന്ന് നമ്മൾ ആ ഒരു ഭാരം ഇറക്കി കളയുന്നു, അത്രയേ ഉള്ളൂ. അതായത് കൂടുതലായിട്ട് ആ വ്യക്തിനെ പറ്റി ചിന്തിക്കാണ്ടിരിക്കുക. അത് ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല, പക്ഷെ ട്രൈ ചെയ്യുക. നമ്മളിപ്പോഴേ ട്രൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3, 4, 5, 6 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റം വരും. കാര്യം നമ്മളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയെ പറ്റി എത്രത്തോളം നമ്മൾ ചിന്തിക്കുന്നു അത്രത്തോളം നമ്മുടെ മാനസിക ആരോഗ്യവും നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഒക്കെ കുറഞ്ഞു വരും. കാര്യം ഓരോ തവണയും നമ്മൾ ആ തിക്താനുഭവത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കഴിയുമെങ്കിൽ നമ്മളങ്ങ് ആളിങ്ങനെ ചെയ്തു, ശരി, സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് മനസ്സിൽ നിന്ന് കളയാൻ ശ്രമിക്കുക. പക്ഷെ മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നേരെ പോയി പഴയതുപോലെ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നോ നമ്മൾ അതുപോലെ നമ്മൾ വീണ്ടും ആകാൻ ശ്രമിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസും ഓരോ തിക്താനുഭവങ്ങളും നമുക്ക് ഓരോരോ പുതിയ എക്സ്പീരിയൻസുകളാണ് തരുന്നത്, പുതിയ പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ ശ്രമിക്കുക. അധികം തലയിൽ നമ്മൾ വെച്ചേക്കേണ്ട കാര്യമില്ല. അപ്പോൾ ക്ഷമിക്കുക എന്നതിൻ്റെ അർത്ഥം ഈ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, മറക്കുക എന്നതിനകത്ത് അർത്ഥമില്ല. ഓക്കെ. അപ്പോൾ ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മൾ ഒരു വ്യക്തിയോട് ക്ഷമിക്കാതിരിക്കുന്നതും നമ്മുടെ സന്തോഷത്തിനുള്ള ശരിക്കും ഒരു വലിയൊരു ഒബ്സ്റ്റക്കിളാണ്. നമ്മൾ ഏത് പോയിന്റിൽ നമ്മൾ ക്ഷമിക്കുന്നോ ആ പോയിന്റിലെ നമുക്ക് സമാധാനവും സ്വസ്ഥതയും നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ വേണ്ടുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും നമ്മുടേതായിട്ടുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ചെറിയ സന്തോഷം, അതായത് നമുക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണോ നമുക്ക് സന്തോഷം കിട്ടുക, നമ്മുടെ ചെറിയ ഹോബീസ്, നമ്മുടെ ടാലൻസ്, അതൊക്കെ മാക്സിമം നമ്മൾ തന്നെ പരിപാലിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കണം. നമ്മൾ ചിലപ്പോൾ വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നില്ല. നമ്മുടെ കഴിവിനെ വേറെ ആരും വന്ന് പറഞ്ഞ് മോളെ നിനക്ക് ഇങ്ങനെ കഴിവുണ്ട്, അല്ലെങ്കിൽ മോനെ നിനക്ക് ഇങ്ങനെ കഴിവുണ്ടെന്നൊന്നും പറഞ്ഞ് നമ്മളെ ആരും ഉയർത്തിക്കൊണ്ട് വരണമെന്നില്ല. പക്ഷെ നമ്മൾ സ്വയം നമ്മുടെ കഴിവുകൾ കണ്ടെത്തി ഉയരാൻ ശ്രമിക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ നമുക്ക് സന്തോഷം കിട്ടുന്നത് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എപ്പോഴും എന്ത് കാര്യത്തിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു 5-10 മിനിറ്റ് മാറ്റി വയ്ക്കാനും മറക്കരുത്. നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്നേഹം നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെപ്പോഴും ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും അതേ സ്ട്രെസ്സായിരിക്കും, ചുറ്റിനുള്ളവർക്കൊക്കെ കൊടുക്കുന്നതും ആ സ്ട്രെസ്സായിരിക്കും. അപ്പോൾ കഴിവതും ഉള്ളിൽ പീസ്ഫുള്ളായിട്ടിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ആ പീസ്ഫുള്ളായിട്ടിരിക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, മനസ്സിന് ഭാരം തോന്നും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുക. അതൊരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ
കൗൺസിലറോ ആരുടെയെങ്കിലും സഹായം തേടാനും നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. കാര്യം ആകെപ്പാടെ ഉള്ളൊരു ജീവിതമാണ്. ആ ജീവിതം മൊത്തം നമ്മളിങ്ങനെ തലയിൽ ഓരോന്ന് ചിന്തിച്ച് നമ്മളങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബാലൻസ് എന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യമുള്ളവരായിരിക്കാം, നമുക്ക് അതുപോലെ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് നമുക്കുണ്ടാവാം. ദേഷ്യം, ഭയം, ആങ്സൈറ്റി, ഇതെല്ലാം ശരാശരി മനുഷ്യന് ഇതെല്ലാം ഉണ്ടാവും. ദേഷ്യം, ആങ്സൈറ്റി, ഫിയറും എല്ലാം ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ കഴിവതും ഇതെല്ലാം ഒരു ബാലൻസിൽ നമ്മൾ കൊണ്ടുപോകണം. നമ്മുടെ ദേഷ്യം ആയിക്കോട്ടെ, ഭയമായിക്കോട്ടെ, ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ആയിക്കോട്ടെ, പോസിറ്റീവ് ഇമോഷൻസ് ആയിക്കോട്ടെ, ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് നല്ലതിനേക്കാൾ ഉപരി നമുക്കത് പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കണം. ദേഷ്യമെല്ലാം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ, പറ്റുകയാണെങ്കിൽ അതിനൊരു തെറാപ്പി സ്വീകരിക്കുക. അതുപോലെ ഭയം കൂടുതലാണെങ്കിലും നമ്മുടെ സക്സസ്സിൽ നിന്ന് ആ ഒരു ഭയം നമ്മളെ പിന്നോട്ട് വലിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തെറാപ്പി ചെയ്ത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തെറാപ്പി ചെയ്ത് മാറ്റുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഒരു കാറിന് പെട്രോൾ ഉണ്ടെങ്കിലല്ലേ കാറ് ഓടുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂവൽ ഉണ്ടെങ്കിലല്ലേ കാറ് മൂവ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സമാധാനവും സ്വസ്ഥതയും. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക.